നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് സർക്കാർ നൽകുന്നത്. ക്ഷേമ പെൻഷൻ 1600 നിന്നും 100-200 രൂപയൊക്കെ വർദ്ധിപ്പിച്ചേക്കും. 1600 ലഭിക്കുന്നവർക്ക് 1700 രൂപ വരെ ലഭിക്കും. അത് 2025 ബജറ്റിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് മറ്റു പെൻഷൻ വിഭാഗക്കാരേക്കാൾ കൂടുതലായി ലഭിച്ചേക്കും. 2000 രൂപ വരെയാക്കി പെൻഷൻ ഉയർത്തിയേക്കുമെന്നാണ് പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നത്. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണന കൂടി നൽകിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പുകൾ. ക്ഷേമ പെൻഷൻകാർക്ക് 2024 മാർച്ച് മാസം മുതൽ മുടങ്ങാതെ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട്. ഈ മാസവും പെൻഷൻ വിതരണം ഉണ്ടാവും. ക്രിസ്മസ്, പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തെ പെൻഷൻ ഗഡുക്കൾ ഒരുമിച്ച് നൽകുകയാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ സഹായം എത്തിച്ചേരും. കൂടാതെ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ചിട്ടും ആനുകൂല്യം തള്ളിയവർക്ക്, അതോടൊപ്പം തന്നെ അർഹതയുണ്ടായിട്ടും ആനുകൂല്യങ്ങൾ നിരസിക്കപ്പെട്ടവർക്കും, വിവിധ രോഗം ബാധിച്ചവർക്ക്, BPL റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ലഭിക്കാത്തവർക്ക്, പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടവർക്ക്, ഇവയെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്നവർക്ക്, സേവനങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഒരു അപ്പീൽ നൽകുന്ന രീതിയിൽ കരുതലും കൈത്താങ്ങുമെന്ന പദ്ധതി സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഡിസംബർ മാസം 9 മുതലാണ് ഇപ്പോൾ താലൂക്ക് തല അദാലത്തുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സഹായം ആവശ്യമുള്ളവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യുക. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.